ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ കുറേയധികം വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. രാവിലെ ഇപ്പോൾ നേരത്തെ തന്നെ പുറത്തത്തെ പണികൾ അങ്ങനത്തെ മുറ്റടിക്കൽ അങ്ങനത്തേനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തണുപ്പായതുകൊണ്ട് തന്നെ അകത്തത്തെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്ത് എന്തെങ്കിലും മുറ്റടിക്കാൻ അങ്ങനത്തെ പണികൾക്കൊക്കെ പുറത്തേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ തണുപ്പ് പോകട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ അത് നല്ലൊരു നമ്മൾ രാവിലത്തെ ആ ഒരു സമയം അങ്ങ് പോയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലത്തെ അകത്തെ പണികളെ ചെയ്യലോട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് എന്തെങ്കിലും അർജൻറ്റ് ഉണ്ടെങ്കിലേ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതാ രാവിലെ തന്നെ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് ഇടട്ടെ. അപ്പം അങ്ങനെ കുറേ അലക്കാനൊന്നുമില്ല, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ മെഷീനിലിട്ടത്. ഇന്നിപ്പോൾ കല്ലിൽ അലക്കാനായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ കല്ലിൽ അലക്കാനും എന്തായാലും കുറച്ചുണ്ടാവും കേട്ടോ. എത്ര നമ്മൾ മെഷീനിലിട്ടാലും. ഞാൻ റഫീഖാൻ്റെ പാൻറ് ഷർട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കുക. ബാക്കിയുള്ളതാണ് മെഷീനിലിടലുള്ളൂ. വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രത്യേകതയുള്ള ദിവസം ആയിട്ട് തോന്നും. പണികളൊക്കെ വേഗം തീർക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേഗം വേഗം തീർത്തിട്ടൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ ഉണ്ട്, അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അത് ഇന്നലെ രാത്രി ഞാൻ പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വലിയ ഒരുക്കങ്ങളൊന്നും ഇന്നലെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബട്ടൂര ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ്, കപ്പളവിൻ്റെ 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് റവ, പിന്നെ ഒരു ഹാഫ് സ്പൂണിൻ്റെ താഴെയായാലും കുഴപ്പമില്ല ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളിയുള്ള തൈര് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ നല്ലതാണ്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കുഴക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുള്ള പാല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇളം ചൂടുവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് തന്നെ മതി, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുക. ഇനി ഇത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര ചപ്പാത്തി പോലെ ഹാർഡായിട്ടല്ല, അറിയാമല്ലോ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ, ഓയിലായാലും കുഴപ്പമില്ല, അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ മാവാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സമയമുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെച്ചോ, നല്ലതാണ്. എനിക്കിപ്പോൾ ടൈമില്ല, ഞാനൊരു അരമണിക്കൂർ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു 1/2 കിലോനൊന്നും ഇല്ല കേട്ടോ, അത്രയും 1/2 കിലോന് താഴെ വരുന്ന കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് അനുസരിച്ച് ആക്കിയെടുത്തോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 2 ചെറിയ സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കേട്ടോ. അത്രയും മതിയാവും. ഇനി ഈ ഒരു അളവിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡറൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പിന്നെ
ഹാഫ് ടീസ്പൂണിൻ്റെ കുറച്ച് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഞാനിപ്പോൾ വേറൊരു കടായിൽ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു പാനിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ വേവിക്കാൻ എടുക്കുന്ന ആ ഒരു ചട്ടിയിലുണ്ടല്ലോ അതിൽ തന്നെ ആക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തു. ആവശ്യത്തിലുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ഇട്ട് കൊടുക്കാം. അത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേറൊന്നുമില്ല, ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്ന ഒരു ടൈം ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. ഇനി വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ട ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുപോലെ തന്നെ സവാള തക്കാളിയൊക്കെ ചേർത്തിട്ടില്ലേ അതിൽ നിന്നൊക്കെ വരും കേട്ടോ. എക്സ്ട്രാ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനേക്കാളും ഗ്രേവി വേണമെങ്കിൽ ഞാനൊരു ആ ഒരു സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. വെള്ളമൊന്നും ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയോ ചെയ്യരുത്, അതതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അതവിടെ വേവുന്നുണ്ട്. അപ്പോൾ ഞാനിനി ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടെ. ഞാനിപ്പോൾ അരമണിക്കൂറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു മാക്സിമം ഒരു 20 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ടൈം വെക്കണേ. ഞാനിത് ഈ ഒരു ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാം കൂടെ. ചപ്പാത്തിൻ്റെ ഒരു വലുപ്പമല്ല, അതിനേക്കാളും കുറച്ചുകൂടെ എടുക്കണം കേട്ടോ. കാര്യം നമ്മളിത് ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളാക്കിയെടുക്കുക. പിന്നെ വലുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ പ്രസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ പൊടിയിട്ടിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ പരത്തിയെടുക്കുമല്ലേ കുഴൽ വെച്ചിട്ട്, അങ്ങനെയും പരത്താം കേട്ടോ. പ്രസ്സിലും പരത്താം. പക്ഷേ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ പൊടിയിട്ട് പരത്തുമ്പോഴാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രസ്സിൽ തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വരുവേ. പിന്നെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് ഇത് കിട്ടും. പിന്നെ ഞാനിത് മൈദയിൽ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് പൊടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 1/4 മണിക്കൂർ എന്തായാലും വെച്ചാട്ടോ, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇതുപോലെ കേട്ടോ, എണ്ണൊന്നും ഒട്ടും കുടിക്കാതെ നന്നായിട്ട് നല്ല പൊങ്ങി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ബട്ടൂര ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ മുളകിട്ടത്, അതുപോലെ തന്നെ ബീഫ്, പിന്നെ മട്ടൺ ഗ്രേവി, അതുപോലെ തന്നെ നമ്മളെ വെള്ളക്കടലല്ലേ അത് എല്ലാം കോമ്പിനേഷനായിട്ട് പോകട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ചെയ്ത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റൂലേ. പിന്നെ ഇതിന് മാവൊക്കെ നമുക്ക് കുഴച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ റെഡിയാക്കി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ഒന്നും നമുക്ക് ചേർക്കാനായിട്ടില്ല. ഇത് കണ്ട, ഇതിനേക്കാളും ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കായി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രേവി ആക്കിയിട്ട് എടുക്കട്ടെ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അത്രയും ഗ്രേവി ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടൂരെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പുറം നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ലെയറൊക്കെ ആയിട്ടാട്ടോ നമുക്ക് കിട്ടുക. ഇങ്ങനെ ഉള്ളിലിങ്ങനെ പഞ്ഞി പോലെയൊക്കെ ആയിട്ട് ഉള്ളതുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് തിക്കായിട്ട് പരത്തിയെടുക്കുന്നത്. ഒരുപാട് അങ്ങനെ ആവാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എപ്പോഴൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. സൺഡേയിലൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനങ്ങനെ പൂരി, നെയ്പ്പത്തിരി, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊന്നും എപ്പോഴും ഉണ്ടാക്കില്ല കേട്ടോ. ചിലപ്പം
ഒന്നും പ്ലാൻ ചെയ്യാതെ കുറച്ച് തിരക്കൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതാകുമ്പോൾ അപ്പം ഉണ്ടാക്കി വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ. അങ്ങനെയാണ് എൻ്റെ കിച്ചണിൽ നെയ്പത്തിരി, പൂരി അങ്ങനത്തതൊക്കെ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ദോശ, ഇഡ്ഡലി, നൂലപ്പം, പത്തിരി അങ്ങനെ 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 അങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റഫീഖ് ഡ്യൂട്ടിക്ക് പോയിട്ടാ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ പാത്രം കഴുകാനൊക്കെ നിന്നത്. ഇപ്പോൾ പാത്രം കഴുകി ക്ലീനാക്കി കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിടും. എന്നിട്ട് ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ റൈസോ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് കിച്ചൺ ക്ലീൻ ആക്കിയിട്ടിട്ട് ആ ഒരു സമയത്ത് വന്നിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് വേഗം പണികൾ തീർത്തിട്ട് പ്രയറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേഗം കയറും കേട്ടോ. എന്നും രാവിലെ എണീറ്റ ഉടനെ കുളിയും കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ അതിന് നിന്നിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് കുളിയും കൂടെ എനിക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതും തീർത്തിട്ട് വേണം എനിക്ക് കയറാൻ കേട്ടോ. മാത്രമല്ല കുറച്ചുകൂടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 11 മണി ആകുമ്പോഴത്തേക്കും എനിക്ക് കയറണം എന്നുണ്ട്. കുളിയും കഴിഞ്ഞിട്ട് കയറണം എന്നുണ്ട് കേട്ടോ. അത് മൈൻഡിൽ വെച്ചിട്ടാട്ടോ ഞാൻ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ മുറ്റടിക്കൽ ഇപ്പോൾ രാവിലെ തീരലില്ലാന്ന്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടും മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വരുള്ളൂ. വെയിലൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ജനുവരി കാറ്റ് എന്ന് പറഞ്ഞ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാറ്റുണ്ടാവും കേട്ടോ. അപ്പം അടിക്കൽ കുറച്ച് റിസ്ക്കുമാണ്. എന്നാലും വേണ്ടില്ല എന്ന് വെച്ച് രാവിലെ ഇറങ്ങൂല കേട്ടോ. തണുപ്പിലേക്ക് ഇറങ്ങലേ ഇല്ല. വലിയ പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കും കേട്ടോ തുടങ്ങുമ്പോൾ. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ കണക്റ്റായിട്ട് വരും കേട്ടോ. അങ്ങനെ മുറ്റം നനച്ച് കഴിഞ്ഞപ്പോഴാണ് ആന്തൂറിയൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നും വെള്ളം ഒഴിക്കേണ്ട സ്ഥിതിയാണ്. തണുപ്പാണെങ്കിൽ കൂടിയിട്ട് ഉച്ചക്കത്തെ ആ വെയിലും കൂടെ വരുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. അപ്പം ഞാൻ രാവിലെ വൈകുന്നേരം സമയം കിട്ടുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് നനച്ച് പോകും കേട്ടോ. എന്നും നനക്കുകയാണെങ്കിൽ ചകിരിയിൽ ആ ഒരു ഡ്രൈ ആവാതെ ഇങ്ങനെ കുറച്ച് വെറ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. പക്ഷെ ഒരു ദിവസം അങ്ങ് വിട്ട് കഴിഞ്ഞാലല്ലേ പിന്നെ ഇത് ഡ്രൈ ആയി ആ മഞ്ഞ ലീഫ് വരും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ മുറ്റത്തെ അടിക്കലും വെള്ളം നനക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി. ഇനിയിപ്പോൾ ബെഡ്റൂമും അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വിരിയൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഇതിനിടയിൽ എന്തെങ്കിലും ഒന്ന് കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോൺ നോക്കട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്താൽ പിന്നെ ആ ഫോൺ പിടിച്ചുകൊണ്ട് ചിലപ്പം നോക്കി നിൽക്കുമല്ലോ. പിന്നെ നമ്മളൊരു വേറെ ലോകത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ വിചാരിച്ച ആ ഒരു സമയത്തേക്ക് എനിക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ അതിനൊന്നും നിൽക്കില്ല കേട്ടോ. മൈൻഡിൽ ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ന സമയത്ത് ഇത് തീർക്കണം, ഇന്ന സമയത്ത് ഇത് തീർക്കണം എന്ന് വിചാരിച്ചാലോ കേട്ടോ ബാക്കിയുള്ള സമയം എനിക്ക് അത്രയും ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈൻഡിൽ അത് തന്നെ ചിന്തിച്ചിട്ട് വേഗം ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക.
പിന്നെ നമ്മൾ വേണം ഇത്രേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ സമയം വരെ നമുക്ക് ചെയ്യാം, ഇതിൽ തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത്രക്കുള്ള പണിയല്ലേ നമുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സ്ട്രാ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട, പിറ്റേ ദിവസം നമുക്ക് ചെയ്യാമല്ലോ. ആ ഒരു രീതിയിലാട്ടോ ഞാൻ ചിന്തിക്കാറ്. ഇപ്പം നമുക്ക് വയ്യാതെ അല്ലെങ്കിൽ ഇന്ന പണികൾ ഇത് മുഴുവൻ തീർക്കണം അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ പണിയെടുക്കാറില്ല കേട്ടോ. നമുക്ക് അന്ന് വേണ്ട കാര്യങ്ങൾ, അന്ന് അത്യാവശ്യം വേണ്ട ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക, അത്രേ ഞാനതിന് പ്രാധാന്യം കൊടുക്കലുള്ളൂ. പിന്നെ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഒതുക്കി പെറുക്കി ക്ലീനാക്കി വെച്ചിട്ട് അടിച്ചു വാരിയിടും. അത് നമുക്ക് എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ അത് എന്നും ഫോളോ ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ കിച്ചൺ മാത്രമേ തുടക്കാനായിട്ടുള്ളൂ കേട്ടോ. അകൊക്കൊന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ടീ പോയി, അതുപോലെ തന്നെ ടേബിള്, പിന്നെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി, അങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കാണട്ടെ ഇന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നും ഞാൻ തുടക്കാറില്ല കേട്ടോ. മോശമായാലാണ് തുടക്കാറുള്ളൂ. എന്നാലും ഒരു 2-3 ദിവസത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ മേലെ ഒരു ദിവസം തുടക്കും, അന്ന് താഴെ ജസ്റ്റ് അടിച്ചു വാരിയിടുകയുള്ളൂ. പിന്നെ ഒരു ദിവസം താഴെ തുടച്ച് ക്ലീനാക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ഇതിലൊന്നും നമ്മൾ കാണിക്കാത്ത നമുക്ക് എക്സ്ട്രാ വരുന്ന പണികളുണ്ട് കേട്ടോ. പോർച്ച് കഴുകുക, മുറ്റത്തിൻ്റെ വരാന്ത കഴുകുക, സ്റ്റെപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ തീർത്ത് ഇപ്പോൾ ഒരു 11:10 ആയിട്ടുണ്ട്, 11:15 ഇനിയിപ്പോൾ ആറി ഇടാനുള്ളതും കൂടെ ഒന്ന് ആറിയിടട്ടെ. ബെഡ്ഷീറ്റൊക്കെ അലക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി കേട്ടോ. അപ്പോൾ കുളിയും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആറിടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അപ്പം ഇനി നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കയറും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. ഉച്ചക്കത്തേക്കൊരു എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈസി ലഞ്ചാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ, അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ബാക്കി വെക്കുള്ളൂ കേട്ടോ. പിന്നെ റൈസൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാ കുക്കിംഗ് പോലെയല്ല, സാധാ ചോറും കാര്യങ്ങൾ പോലെയല്ലല്ലോ. നമ്മൾ അങ്ങനത്തെ റൈസ് കാര്യങ്ങളൊക്കെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെയാണ്. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സമാധാനമായിട്ട് തീർത്തതിന് ശേഷം നമുക്ക് മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ തീർത്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇനി ജസ്റ്റ് ഒരു കുക്കിംഗ്, ഒരു 1 പോട്ട് റെസിപ്പിയുമാണ്, ജസ്റ്റ് ഒരു കുക്കിങ്ങുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുക്കറിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഓയിൽ, അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുക, ചെറിയ ജീരകം, 2 കഷ്ണം ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി, ഇങ്ങനെ അലിഞ്ഞു പോകുമൊന്നും വേണ്ട. പിന്നെ ഒരു 2 തക്കാളിയും, നന്നായി 2 വലിയ തക്കാളി കേട്ടോ, 2-3 നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് 2 വലിയ തക്കാളി എടുത്തിട്ടില്ല. നന്നായിട്ട് പേസ്റ്റ് ആക്കി അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്കാകാൻ വേണ്ടി വെക്കുക. ഒരു 2 മിനിറ്റ് മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 2-3 പച്ചമുളക്, അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. വലിയ എരിവൊന്നും വരില്ല കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും മതി. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളം ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ കോല റൈസ് ഇല്ലേ, എന്താ പറയുക, നെയ്ച്ചോറിൻ്റെ അരി തന്നെ കോല റൈസ്, കുറച്ച് വലിയ നീളമുള്ള അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 കഷ്ണം ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ. അപ്പോൾ വെള്ളം തിളക്കുകയൊന്നും വേണ്ട, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റൈസ് കഴുകി ഡ്രെയിൻ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടോ, എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ റൈസ് റെഡി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അത് വിസിലടിച്ചതിന് ശേഷം അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, എയറെല്ലാം പോട്ടെ. അപ്പോൾ അതാ കുറച്ച് പനീർ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു റൈസിന്
ഒരു അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എൻ്റെ അടുത്ത് തീർക്കേണ്ടതായിട്ടുള്ളൊരു കുറച്ച് പനീർ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്, പനീർ ക്യൂബ്സ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഒരു മസാല ഒന്ന് പെരക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡാണ് ഇത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക, ഒരു പനീർ ചില്ലിയാണ് കേട്ടോ. പനീർ ചില്ലി ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നത് പനീർ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുമല്ലോ, അങ്ങനെ ഹാർഡാക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. സെയിം ഓയിലിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം, എൻ്റെ അടുത്ത് 2 കളർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഗ്രീൻ ആണെങ്കിൽ ഗ്രീന് മാത്രം എടുക്കാം. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് മിക്സാക്കി 1 മിനിറ്റ് പോലും ഒന്ന് അടച്ചു വെക്കണ്ട കേട്ടോ. അതിൽ കുറച്ച് താഴെ മതി, സോഫ്റ്റായിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടേ ഉള്ളേ, സോഫ്റ്റായിട്ടൊന്നും വരരുത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പനീറില്ലേ അത് ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ കുറച്ച് സോയ സോസ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണെങ്കിൽ പനീർ ചേർക്കുന്നതിന് മുമ്പ് ഈ ഒരു സോസ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഒരു ടീസ്പൂൺ, ഒരു ഹാഫ് ടീസ്പൂണൊക്കെ കോൺഫ്ലോറും കൂടെ മിക്സ് ആക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പനീർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ കുറച്ചൊരു ഗ്രേവി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അവസാനം ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ്. ആ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. കിടലൻ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചിക്കനിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കില്ല, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പനീറിൽ ചെയ്തേ ഉള്ളേ. ഞാൻ സവാള കട്ടാക്കിയ സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി ചെറുതാക്കി അതിൻ്റെ കൂടെ തന്നെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തോ, നല്ല ടേസ്റ്റ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം തന്നെ നമ്മളെ റൈസും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിമെല്ലാം പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയതാണ്. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് റൈസ്. ഇത് ടൊമാറ്റോ റൈസ് എന്ന് ഇതിനെ പറയാം. ടൊമാറ്റോ റൈസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസ് ഇതാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി. ഒരു പിക്കിളും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുക. ഇതിൻ്റെ സൈഡ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാ കൈമ റൈസ് കുഞ്ഞു അരിയില്ലേ അതാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു ഗ്ലാസ് അരിക്ക് അല്ലെങ്കിൽ 1 കപ്പ് അരിക്ക് 1.25 അളവ് വെള്ളം മതി കേട്ടോ. ഇത് കുറച്ച് വലിയ നീളമുള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. അരിക്കനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൽ മാറ്റം വരുത്തിക്കോ. പിന്നെ നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റൈസ് ഇല്ലേ, ഇന്ത്യ ഗേറ്റ് മന്തിൻ്റെ ഒക്കെ റൈസ്, മന്തി കപ്സേൻ്റെ ഒക്കെ റൈസ്, അതാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചോ കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സെർവ് ചെയ്തു. ഡേറ്റ്സിൻ്റെ പിക്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പിക്കിൾ മാത്രം മതി കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ സലാഡ് ഉണ്ടാക്കിയെടുക്കില്ലേ, അതോ എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ഉണ്ടായാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചിക്കന് ബീഫൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈൻ്റെ കൂടെയൊക്കെ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇപ്പോൾ റഫീക്ക പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം റഫീക്ക ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് തിരിച്ചു പോയി. അപ്പം ഞാൻ ഈ ഒരു സമയം ഇനി ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളൊരു 2 മണി 2:15 ആവും ഫുഡ് കഴിക്കാൻ. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഫ്രീ തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് നിങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഏട്ടത്തിയും അളിയനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂപ്പൊലിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. മഗ്‌രിബ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മളെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, വയനാട് അമ്പലവയലിന് പൂപ്പൊലി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നടക്കുന്നുണ്ട്. 1-ാം തീയതി തുടങ്ങിയതാട്ടോ. എനിക്ക് തോന്നുന്നത് ജനുവരി 15 വരെയാണ് ഉള്ളതെന്ന് തോന്നുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജംഷി പൂപ്പൊലിക്ക് പോയോ, വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോകാൻ വേണ്ടി വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഫ്ലവർ ഷോക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും പോകലുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക
പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഫ്ലവർ ഉണ്ട് കേട്ടോ. എല്ലാ ഫ്ലവറും നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഫ്ലവറും എന്ന് വെച്ചാൽ എല്ലാ ഫ്ലവറും ഉണ്ട്. നല്ല നല്ല രസമുണ്ടായിരുന്നു. ഫ്ലവർ ഏരിയ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ എല്ലാ തവണയും കാണുന്ന സ്റ്റാളുകളും റൈഡുകളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, അപ്പോൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ ഫ്ലവർ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് എല്ലാം നല്ല ഫ്ലവറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൊഗൺവില്ല ആണെങ്കിലും കുറച്ച് കുറവ് എനിക്ക് തോന്നുന്നു ബൊഗൺവില്ലയാണ് കേട്ടോ. കാരണം അതിന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ബാക്കി നമ്മൾ കാണാത്ത ടൈപ്പിലുള്ള ഫ്ലവറും അങ്ങനത്തെയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ ജമന്തി, അതുപോലെ തന്നെ പിന്നെ ഇവരെ റോസ് ഗാർഡൻ ഒന്നും പറയണ്ട, അടിപൊളിയാണല്ലോ. കാര്യം ഇവർ വേറെല്ലായിടത്തൊക്കെ നമ്മൾ ഫ്ലവർ ഷോക്ക് ഇങ്ങനെ എല്ലാം കൊണ്ടുവെക്കുകയല്ലേ ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിരം ഉള്ളതാണ് കേട്ടോ. ഇവിടെ തന്നെ ഈ ഷോ കഴിഞ്ഞാലും ഇത് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നില്ല. ഇതിവിടെ തന്നെയാണ്, എല്ലാവർക്കും ഇത് ഇവിടെ പോയിട്ട് കാണുകയൊക്കെ ചെയ്യുക കേട്ടോ. ഫ്ലവർ ഷോൻ്റെ ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ ഫ്ലവറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോൾ പോവുകയാണെങ്കിലും ഇവിടെ കാണാനായിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞത് വയനാട് കാണാനൊക്കെ വരുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരോടാട്ടോ പറഞ്ഞത്. ഇപ്പോൾ വയനാട് വന്നിട്ട് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സ്ഥലം. റോസ് ഗാർഡനൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അവിടെ തന്നെ അവർ നിലത്ത് തന്നെ നട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ഭംഗിയിട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഫ്ലവറും കാര്യങ്ങളും നിങ്ങൾ തന്നെ വീഡിയോ കാണുമല്ലേ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, നമുക്ക് എടുത്താൽ തീരില്ല, അത്രയുണ്ട്. കുറച്ച് കാരണം നമുക്കത് നടന്ന് കുട്ടികളൊക്കെ കൂടെ എൻജോയ് ചെയ്യുകയും കൂടെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അവിടെ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. മുഹമ്മദ് എന്തോ അവിടെ എടുത്ത് വെച്ച് എടുക്കാൻ പോണ പോലെ പോകുന്നുണ്ട് കേട്ടോ. ഓനിങ്ങനെ നടന്നു പോകുമ്പം എല്ലാവരും പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ നടക്കുകയാണ് ആൾ മുഴുവനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല കേട്ടോ. ഇപ്പോൾ ലൈറ്റ് അതുപോലെ തന്നെ റൈഡുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തൊക്കെ ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ ഐസ്ക്രീം ഏരിയ അതൊക്കെ ഒന്ന് സൂക്ഷിക്കാനേ ഉള്ളൂ. ആ ഒരു ഏരിയ എന്നൊക്കെ ഇങ്ങനെ കണ്ണു കുത്തിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരൂല. പിന്നെ കഴിച്ചാൽ ഈ ക്ലൈമറ്റിൽ കഴിച്ചാൽ കുട്ടികൾക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടവേദനയും പനിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ജലദോഷമൊക്കെ. അപ്പോൾ അതങ്ങനെ എപ്പോഴും കൊടുക്കില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചൂട് ആ ഒരു സമയത്തൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ലാണ്ട് ഈ ഒരു ടൈമിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കില്ല. മാക്സിമം അത് കാണാതെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും നമുക്കിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഹമ്മദ് ഇപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന്. നമ്മൾ ഫ്ലവർ ഷോ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ മാസം നമ്മൾ ഫ്ലവർ ഷോക്ക് കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ നമ്മൾ കയറ്റിയപ്പോൾ കരയായിരുന്നു കേട്ടോ ശരിക്കും. പക്ഷേ ഇപ്പോൾ ഇവന് എല്ലാത്തിനും കയറുന്നുണ്ട് കേട്ടോ. ആ ഒരു മൈൻഡിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകൾ കുറച്ച് ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ പോയി നോക്കിക്കോട്ടോ. ഫ്ലവർ അടിപൊളിയാണ്, നമുക്ക് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറക്കല്ല കേട്ടോ. അപ്പോഴാണ് നമ്മളെ ചാനൽ റീച്ചിലേക്ക് പോവുക കേട്ടോ, എല്ലാവരിലേക്കും എത്തുക. അപ്പം അത് എന്തായാലും മറന്നു പോകല്ലേ. എന്നോട് ദേഷ്യം പിടിക്കുമോ?